നമസ്തേ. ഞാൻ മായ ജയമോഹൻ. 2024 മെയ് മാസത്തിൽ 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മെയ് മാസം 1-ാം തീയതി വ്യാഴം ഇടവം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുപോലെ മെയ് 10-ന് ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും 19-ന് ശുക്രൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും മാറുകയാണ്. അപ്പോൾ സൂര്യൻ മെയ് പകുതിയോടുകൂടി സൂര്യൻ രാശി മാറി ഇടവൻ രാശിയിലേക്കും മാറുകയാണ്. അപ്പോൾ ഈ 4 ഗ്രഹമാറ്റങ്ങളാണ് ഈ മാസത്തിലുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായിട്ടുള്ള കേതു ഇപ്പോൾ അത്തം നക്ഷത്രത്തിലിരിക്കുകയാണ്. അപ്പോൾ കേതു അത്ത നക്ഷത്രത്തിലിരിക്കുമ്പോൾ കേതുവിൻ്റേതായിട്ടുള്ള കാഠിന്യത്തിന് ചെറിയൊരു മാറ്റം കുറവ് ഉള്ള സമയമാണ്. അപ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേതു 6-ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭരായി പോകുന്ന ഒരു സമയമാണ് കേതുവിൻ്റെ ഈ ഒരു അത്ത നക്ഷത്രത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് ഈ ഒരു മെയ് മാസം. വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് മാറിയപ്പോൾ വ്യാഴം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2-ാം ഭാവത്തിലിരിക്കുകയാണ്. അതുപോലെ തന്നെ ശുക്രനും പകുതി വരെയുള്ള സമയം 2-ാം ഭാവത്തിൽ തന്നെ പകുതിക്ക് ശേഷം 2-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയം, അതായത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത് കുറച്ച് ഗുണങ്ങളെ കിട്ടുന്ന സമയമാണ്. 2-ാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്. അതുപോലെ തന്നെ വാക്ക്, കീർത്തി ഇതെല്ലാം കിട്ടുന്ന ഒരു സമയമാണ്. ശനി 11-ാം ഭാവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ശനിയുടെ 11-ാം ഭാവത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇത്രയും നാൾ ഈ മേട രാശിയിൽ വ്യാഴം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കൂടുതൽ ഫലങ്ങൾ, അതായത് നമുക്ക് നേട്ടങ്ങളെ കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകുകയാണ്. ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞത് വളരെ പതിയെ 1 വർഷം കൊണ്ട് മാത്രം ഒരു രാശി കിടക്കുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് മാറിപ്പോകുന്നതിന് സമയമെടുക്കും. ക്രമേണ കൊണ്ട് ചെറിയൊരു മാറ്റം മേടം രാശിക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകും. വ്യാഴത്തിൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ മാസം പകുതിയാകുമ്പോഴേക്ക് ശുക്രൻ മേടം രാശിയിൽ നിന്ന് മാറി ഇടവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സൂര്യൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ അതായത് നമുക്ക് സാലറി ഇൻക്രീസോ അല്ലെങ്കിൽ പ്രമോഷനോ ജോലി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കിട്ടുക, ലോണുകൾ പാസ്സായിരുന്നിട്ട് നമുക്ക് പൈസ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പാസ്സാവാൻ പ്രയാസമായിരിക്കുക, ഇങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ വർക്കുകൾ റെഡിയായി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ മാസ പകുതിയോടുകൂടി അതിനെല്ലാം ഒരു മാറ്റം നീക്കുണ്ടായി നമുക്ക് സന്തോഷകരമായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയാം. അതുപോലെ പക്ഷേ ചെവിക്കോ കണ്ണിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശരീരത്തിലെ ചൊറിച്ചിലുണ്ടായിട്ട് ചുമന്ന കുരുക്കൾ പോലെയോ ചുമന്ന കലകൾ ഉണ്ടാവുക, അതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ആ ഒരു വിഷയം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. കച്ചവട രംഗത്താണെങ്കിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് മേടം രാശിക്കാർക്ക് ഈ മെയ് മാസം എന്ന് പറയുന്നത്. കാർത്തിക അവസാനം 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളടങ്ങിയ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവം രാശിക്കാർക്ക് മാസപകുതിക്ക് ശേഷം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. മാസപകുതി വരെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്നും എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും നടക്കാതിരിക്കുന്ന ഒരു സമയമാണ്. അതിലൊരു മാറ്റം മാസപകുതിക്ക് ശേഷം ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എങ്കിലും കണ്ണിനും ചെവിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിന്, എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ വരുന്നതിനോ ഒക്കെ ഉള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും. ധാരാളമായ ധനവരം ഉണ്ടാകും. പക്ഷേ ധനത്തിന് ചിലവ് അതുപോലെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. കണ്ടകശനിയാണ് എങ്കിലും വ്യാഴമാറ്റത്തോടു കൂടി കണ്ടകശനിയുടെ കാഠിന്യത്തിന് ഒരു കുഞ്ഞു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നാലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വ്യാഴത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ രാശി മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ക്രമേണ കണ്ട് മാത്രമേ ഫലം കിട്ടൂ. ഒരു വർഷം ഒരു രാശിയിൽ ഉണ്ടാകുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ചെറിയൊരു താമസം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം മെയ് മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമായിരിക്കും. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ശനീശ്വരനെയും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെയൊക്കെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ്.
അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് പ്രയാസമുണ്ടാകുന്ന ഒരു സമയം, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിലും നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയവും കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സമയം ശുക്രനും വ്യാഴവും 11ാം ഭാവത്തിൽ വന്നിരിക്കുന്ന ഒരു സമയം, 12ാം ഭാവത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മിഥുനം രാശിക്കാരുടെ സാമ്പത്തികമായിട്ട് പുഷ്ടി ഉണ്ടാകും. പക്ഷേ ഈ വരുന്ന പൈസയ്ക്കെല്ലാം ചിലവുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവ്, ഒരു 10 രൂപ കടവും കൂടി വരുന്നതിനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാസപകുതി വരെയുള്ള സമയം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. എന്നാൽ മാസപകുതിക്ക് ശേഷം ഉള്ള സമയത്ത് ആരോഗ്യപരമായിട്ട് അസിഡിറ്റി പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ശരീരത്തിലെ ചെറിയ കുരുക്കൾ പോലെയോ ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അമ്മയുടെ ഭാഗത്ത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മിഥുനം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിരിക്കും മെയ് മാസം എന്ന് പറയുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത്, കർക്കിടകൻ രാശിക്കാരുടെ ഈ ഒരു മാസം എന്ന് അഷ്ടമത്തിൽ ശനിയിരിക്കുന്ന, അതായത് അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ്. ഈ ഒരു മാസം വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടായതോടുകൂടി ചെറിയ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടാകുക എന്ന് തന്നെ പറയാം. അതായത് 11ാം ഭാവത്തിൽ വന്നിരിക്കുകയാണ് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴവും ശുക്രനും. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കുറച്ചുകൂടി നല്ല ഫലങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ആവണം. ഈ മാസത്തിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ചെറിയൊരു മാറ്റം, കർമ്മരംഗത്ത് എന്തെങ്കിലും ശമ്പളം കൂടുതലൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്, ഒന്നും കിട്ടാതെ തടഞ്ഞു എന്തെങ്കിലും കാരണവശാൽ അത് ബുദ്ധിമുട്ടായി തടഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ നമുക്ക് ധനം വരുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു മാസമാണ്. ഭാഗ്യാധിപർ ദേവീ ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്ത അർച്ചനകൾ കൊടുക്കുന്നത് രാവിലെ സമയത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഭാഗ്യം നമ്മുടെ കൈവെള്ളയിൽ വരും, നമുക്ക് അനുഭവിക്കുന്നതിന് സാധിക്കാതെ തട്ടിപ്പോകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിന് ഈ ഒരു ഗവൺമെൻറ് 2ാം മാസ പകുതിയോടുകൂടി സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കിട്ടുന്നതിനും, ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി കിട്ടുന്നതിനും, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ അവസ്ഥ, ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സന്തോഷകരമായിട്ട് അവർക്ക് നമ്മളോട് പ്രീതിയൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാസമായിരിക്കും മെയ് മാസം എന്ന് പറയുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഗുണങ്ങളെ കിട്ടുന്ന സമയമാണ്. കണ്ടകശനി 7ാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ്. അതുപോലെ തന്നെ ധനം കയ്യിൽ വരും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ധനവിനിയോഗം നടത്തുന്നതിന് പ്രയാസമുണ്ടാകും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ശേഖരിക്കുന്ന പണം മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെട്ടു പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത്. അപ്പോൾ ആ സാമ്പത്തിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓം നമോ നാരായണായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ പലപ്പോഴും കേൾവിക്കാരൻ നമ്മൾ പറയുന്ന അതേ രീതിയിൽ എടുക്കണമെന്നില്ല. നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു മാസമാണ്. വളരെയധികം സൂക്ഷിച്ചിരിക്കുക. എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം ഗുണം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. ആ കണ്ടകശനി 10ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയിരിക്കുകയാണ്, 10ാം ഭാവത്തിലിരിക്കുകയാണ് ശനിയും വ്യാഴവും ശുക്രനും. കർമ്മരംഗത്ത് എന്തെങ്കിലും പ്രമോഷൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ്. മാസപകുതിക്ക് ശേഷം ഉള്ള സമയം എന്ന് പറയുന്നത് ഗുണകരമായിരിക്കും. മാസപകുതി വരെയുള്ള സമയം അച്ഛൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഗുണകരമല്ല. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. പിതാവിൻ്റെ ആരോഗ്യം മാസപകുതിക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റമുണ്ടാകും. അടുത്തത് കന്നിരാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറഞ്ഞു കേതു കന്നിരാശിയിലിരിക്കുകയാണ്, അത്തം നക്ഷത്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇച്ചിരി പ്രാർത്ഥന ആവശ്യമുള്ള ഒരു മാസമാണ് കേതുവിനെ കൊണ്ട്. അപ്പോൾ കുറച്ചൊരു പ്രാർത്ഥന ആവശ്യമാണ്. പക്ഷേ ഉത്രം അവസാന മുക്കാൽ ഭാഗത്തിലും ചിത്തിര നക്ഷത്രത്തിലുള്ളവർക്ക്, ചിത്രപകുതിയിലുള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എങ്കിലും നല്ല ഇപ്പോൾ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം, അഷ്ടമത്തിലിരുന്ന വ്യാഴം 9ാം ഭാവത്തിലേക്ക്
മാറിയിരിക്കുകയാണ്. വളരെയധികം ഗുണം കിട്ടുന്ന സമയമാണ്. ഇവിടെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും. എങ്കിലും ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം. ഗണപതി ഭഗവാന്റെ പ്രീതി പ്രാർത്ഥന അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ്. അത്തം നക്ഷത്രത്തിൽ കേതു ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭാഗ്യാദി വർധനവിനായിട്ട് ഭാഗ്യസൂക്തം ചെയ്യുക. ഗണപതി ഭഗവാന് ഗണപതി ക്ഷേത്രത്തിൽ നാരങ്ങാമാല കൊടുക്കുന്നത്, 18 നാരങ്ങകൾ കോർത്ത മാല ഗണപതി ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും ഗണപതിക്ക് തേങ്ങ പൊട്ടിക്കുന്നതും ഒക്കെ തടസ്സങ്ങൾ മാറി കിട്ടുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുവും ചൊവ്വയും 7ാം ഭാവത്തിലിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു ശ്രദ്ധിക്കേണ്ട, പാർട്ട്ണറുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്, ഷുഗർ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പാർട്ട്ണർക്ക് അത് കൂടുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുന്നതിനുള്ള സാധ്യത അതൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അരുതാത്ത സാഹചര്യത്തിൽ, അതായത് സംശയകരമായ സാഹചര്യത്തിൽ ഒരിടത്തും ചെന്ന് നിൽക്കരുത്. ഓപ്പോസിറ്റ് സെക്സിലുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. പേരുദോഷം കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ്. പൊതുവിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഗുണം വളരെയധികം, അതായത് ഭയങ്കരപ്പെട്ട പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം ഉണ്ടാകുന്നത് വരെ. അതിലൊരു ചെറിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു മെയ് മാസത്തിൽ എന്ന് പറയാം. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര ഗുണമല്ല. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ 6ാം ഭാവത്തിലെ സ്ഥിതിയും ചൊവ്വയുടെ 6ാം ഭാവത്തിലെ സ്ഥിതിയും അത്ര ഗുണമല്ല. അപ്പോൾ അതുകൊണ്ട് തുലാം രാശിക്കാർ നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ചിലവുകൾ വളരെയധികം ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കണം. ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് വ്യാഴമാറ്റത്തിൻ്റെ ഫലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണെന്ന്. നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക, ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക, ശത്രുനാശത്തിനായിട്ട് പ്രാർത്ഥിക്കുക, ദുർഗാ ഭജനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ലക്ഷ്മി നാരായണ പ്രാർത്ഥന ചെയ്യുന്നതും, ദിവസവും തുളസിക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തുളസിക്ക് ഒഴിച്ച് തുളസി ദേവിയെ ഓം നമോ ലക്ഷ്മി നാരായണായ എന്ന് ജപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയില്ലെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായ ഒരു സമയമാണ്. കണ്ടകശനി 4ാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വ്യാഴമാറ്റത്തോടു കൂടി ചെറിയൊരു മാറ്റം അവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ധാരാളമായി ധനപുഷ്ടി ഉണ്ടാകുന്ന സമയം, അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. വളരെയധികം പ്രാർത്ഥന ആവശ്യമാണ്. എങ്കിലും ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. കണ്ടക ശനി എന്ന് പറയുന്നത് 2025 മാർച്ച് മാസം 29ാം തീയതി മാത്രമേ അവസാനിക്കുകയുള്ളൂ. എങ്കിലും അതിൻ്റെ കാഠിന്യത്തിന്, തീവ്രതയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിരിക്കും മെയ് മാസം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5ൽ നിന്നും 6ലേക്ക് മാറിയിരിക്കുകയാണ്. വരവ് ഉണ്ടാകും. അതുപോലെ തന്നെ ശുക്രനും 6ാം ഭാവത്തിലിരിക്കുകയാണ്. നമുക്ക് ധാരാളമായി പൈസ നമ്മുടെ കയ്യിൽ വരും. പക്ഷേ ഈ പൈസയൊക്കെ പണമെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. സേവിങ്സ് ഒന്നും കാണത്തില്ല. സേവിങ് ഉണ്ടാകുന്നതിന് പ്രയാസമുള്ള ഒരു സമയമാണ്. വരവും അതുപോലെ തന്നെ ചിലവുകളും വന്നു കയറുന്ന ഒരു സമയമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നതിന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ പകുതിക്ക് ശേഷം അത് സാധ്യമായി കിട്ടും എന്ന് പറയാം. അതുപോലെ തന്നെ ഭാഗ്യം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. ഭാഗ്യം കയ്യിൽ സ്കിപ്പായി പോകുന്നതിന് സാധ്യതയുണ്ട്. നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ചുണ്ടോളം എത്തും, പക്ഷെ അനുഭവിക്കുന്നതിന് സാധിക്കുകയില്ല. ഭാഗ്യ തടസ്സത്തിനായിട്ട്, പ്രത്യേകിച്ച് ദശാകാലം, കേതുവിൻ്റെ അപഹാരകാലം, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പരിപൂർണമായിട്ടും ഭാഗ്യത്തിന് തടസ്സമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒരു ഗ്രഹമാറ്റം ഉണ്ടാകുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിൻ്റെ ദശാകാലമോ അല്ലെങ്കിൽ അപഹാരകാലമോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ ഫലം എന്ന് പറയുന്നത് ആ ഒരു 100% അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അല്ലാത്തവർക്ക് 50% അതിൻ്റെ ഫലം എന്ന് പറയുന്നത്.
അപ്പോൾ ദശാകാലം അനുഭവിക്കുന്ന കേതുവിൻ്റെ ദശാകാലം അനുഭവിക്കുന്ന ധനുരാശിക്കാർ, കേതുവിൻ്റെ അപഹാരകാലം അനുഭവിക്കുന്ന ധനുരാശിക്കാരും ഭാഗ്യസൂക്തം ചെയ്തുകൊണ്ടേയിരിക്കുക. ഭാഗ്യസൂക്തം ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഒരു തവണയോ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭാഗ്യം നമുക്ക് കൈകൊള്ളൂ. ഉദാഹരണത്തിന് ലിസ്റ്റിൽ പേര് വരും, പക്ഷെ നമ്മുടെ സമയമാകുമ്പോഴത്തേക്ക് ലിസ്റ്റ് ക്യാൻസലാക്കി കളയും. ആ ലിസ്റ്റ് നമുക്ക് ജോലി കിട്ടുക പ്രയാസമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട് നമ്മളിപ്പോൾ കിട്ടും എന്നുള്ള ഒരു ഇതിൽ പ്രതീക്ഷയിലിരിക്കും. പക്ഷേ നടക്കത്തില്ല. അത് നടക്കാനായിട്ട് ഭാഗ്യത്തിന് തടസ്സം വന്നു പോകുന്ന സമയം. ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കണം. ഈ കേതു രാശി മാറുന്നത് വരെയുള്ള സമയവും ഗണപതി നന്നായി പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ പൊട്ടിക്കുന്നതും അതുപോലെ തന്നെ ഗണപതിക്ക് തൃപ്പടിയിൽ നാരങ്ങ സമർപ്പിക്കുന്നതും 18 നാരങ്ങകൾ കോർത്ത മാല അദ്ദേഹത്തിന് കൊടുക്കുന്നത്, ഗണപതി ഹോമം നടത്തുന്നത്, ഇതൊക്കെ നല്ലതാണ്. ഭാഗ്യസൂക്തം ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം തടസ്സപ്പെടാതെ അതുപോലെ നമുക്ക് അനുഭവിക്കുന്നതിന് സാധിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രം. വരുമാനം ഉണ്ടാകും, പക്ഷേ സേവിങ്സ് കാണത്തില്ല. അതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റം, വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഗുണപ്രദമായ ഫലങ്ങളെ കൊടുക്കുകയാണ്. കണ്ടക വ്യാഴൻ മാറിയിട്ട് 5ാം ഭാവത്തിലേക്ക് വ്യാഴം രാശി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം ഗുണപ്രദം, നല്ല ഒരു പോസിറ്റീവ്നെസ്, കുറച്ച് മാറ്റങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മകരം രാശിക്കാർ ഏഴരാണ്ട ശനിയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇരിക്കുന്ന സമയമാണ്. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷേ യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. യാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ നടക്കാൻ തടസ്സപ്പെട്ടു പോകും. അതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ നേരത്തെ സാമ്പത്തിക വിഷയങ്ങളിൽ നേരത്തെ അനുഭവിച്ചിരുന്നതിനേക്കാളിലും ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. വീട്, വാഹനം ഇങ്ങനെയൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു മാസം. ഗുണദോഷ സമ്മിശ്രം, ഗുണഫലങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ് മകരം രാശിക്കാർക്ക്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചൊരു മാറ്റം, വ്യാഴമാറ്റം കുറച്ച് സന്തോഷകരമായ അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അഷ്ടമത്തിൽ കേതു ഇരിപ്പുണ്ട്. മുറിവ്, ചതവ്, പിന്നെ നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പൊള്ളലുകൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായ വിഷയങ്ങൾ എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ പക്ഷേ ഈ വ്യാഴമാറ്റം ഉണ്ടായത് കുറച്ച് ഇപ്പം 3ാം ഭാവത്തിലിരുന്ന വ്യാഴമാണ് 4ലേക്ക് മാറിയിരിക്കുകയാണ്. കുറച്ച് ഗുണഫലങ്ങളെ കൊടുക്കും. 4ൽ ശുക്രൻ ഇരിക്കുന്നു. അപ്പോൾ അതും ഈ മാസം എന്ന് പറയുന്നത് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേനലിൽ കിട്ടിയ ഒരു മഴയാണ്. നല്ല ഒരു മാറ്റമുണ്ടാകും. വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ് കുംഭരാശി എന്ന് പറയുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊരു മാറ്റം, കുറച്ച് നമുക്ക് നേരത്തേക്കാളും ചെറിയൊരു മാറ്റം ഉണ്ടാകും. പക്ഷേ 2ാം ഭാവത്തിലിരിക്കുന്ന ചൊവ്വ ഇപ്പോൾ ഇരിക്കുകയാണ്, 2ൽ അപ്പോൾ നമുക്ക് പൈസ കയ്യിൽ വരും. പക്ഷേ അത് നമുക്ക് കത്തിപ്പോവും. അതായത് ചിലവുകളുണ്ടാകും. തീ കൊണ്ടിട്ടതുപോലെയാണ് പണം എവിടെ പോകുന്നതെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സേവിങ്സ് കുറഞ്ഞു പോകുമെങ്കിലും സമയം ഇൻകം വരുന്നതിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടാക്കടങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ കിട്ടി നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ആവശ്യങ്ങൾക്ക് പൈസയൊക്കെ കിട്ടി മനസ്സന്തോഷമൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ വ്യാഴം രാശി മാറി 3ാം ഭാവത്തിലേക്ക് പോയി എന്നുണ്ടെങ്കിലും ശുക്രൻ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മെയ് മാസം എന്ന് പറയുന്ന വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ഗുണമാണ്. പക്ഷേ ഏഴരാണ്ട ശനിയുടെ കാഠിന്യം ഇനി മെയ് മാസത്തിന് ശേഷം അനുഭവിച്ചു കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. ഇപ്പോൾ തുടങ്ങി നാരായണനാമം ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ ജപിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യക്കുറവുണ്ടാകുന്ന ഒരു സമയമാണിത്. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഐക്യമത്യ സൂക്തം കൊടുക്കുന്നതും സ്വന്തമായിട്ട് നമ്മുടെ നാവാണല്ലോ എല്ലാത്തിനും കാരണം. ഒന്ന് കൺട്രോൾ ചെയ്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 2ാം ഭാവത്തിൽ സൂര്യനും ബുധനും ഇരിക്കുകയാണ്. ആ സൂര്യൻ ഇനി 3ലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് കർമ്മരംഗത്ത്, അതായത് നമ്മൾ പബ്ലിക് ഇൻട്രാക്ഷനോട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സംസാരിക്കേണ്ട ജോലി ചെയ്യുന്ന ഡോക്ടർ, അഡ്വക്കേറ്റ്, ടീച്ചർ ഇങ്ങനെയൊക്കെ പറയാം, അങ്ങനെയുള്ളവർ, കൺസൾട്ടൻറ്റുമാർ, അവർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ധനപരമായിട്ട് പുഷ്ടിയുണ്ട്. മാസം പകുതി വരെ ഒരു പ്രശ്നമില്ല, നല്ല ഗുണമായിട്ട് പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയമായിരിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് 12 രാശിക്കാരുടെയും പൊതുവായ ഫലങ്ങൾ, മെയ് മാസത്തിലുണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.